നമസ്കാരം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിലൊന്നാണ് ഒരു ഗൃഹം, പാർപ്പിടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർപ്പിടം എന്ന് പറയുന്നത് നമുക്ക് മഴയിൽ നിന്ന്, വെയിലിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നൊക്കെ, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നൊക്കെ നമുക്ക് തണൽ തേടുന്ന സ്ഥലമാണല്ലോ പാർപ്പിടം. കിടക്കാനൊരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. ഏത് മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. പഠിച്ച് ജോലി കിട്ടിയാൽ ഒരു സ്ഥലം മേടിക്കുക, അവിടെ ഒരു വീട് വയ്ക്കുക. ഇതൊക്കെയാണല്ലോ എല്ലാവരുടെയും സ്വപ്നങ്ങളുണ്ട്. ഭൗതികത്തിൽ പറ്റതാണ്. ആത്മീയം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകും. മറ്റതെല്ലാം തന്നെ ആത്മീയജ്ഞാനമുള്ളവർ കുറേ ക്ഷേത്രങ്ങളിൽ ഈശ്വരനെ മുറുകെ പിടിക്കും. അതല്ലാത്തൊരു അതിൻ്റെ യുക്തിക്കനുസരിച്ചുള്ള ജീവിതത്തിൽ ഒരു വീട് വയ്ക്കും. വീട് ഇന്ന് ഈ കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ട് വരുന്നത് എത്രയോ വീടുകൾ വിൽക്കാൻ കിടക്കുവാണ്. എല്ലാവരും വീട് വിറ്റ് പോവുക. വീട് വിറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ വീട് വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? അല്ല സ്വാമി, കുറേ കടമുണ്ട്. അപ്പോൾ ഈ കടം തീർത്തിട്ട് എങ്ങോട്ട് പോകാനാണ്? എല്ലായിടവും ഭൂമിക്ക് വിലയാണ്. പണ്ട് 5000 രൂപ ഉള്ളത് 50,000 രൂപയായി, 50,000 ഉള്ളത് 5 ലക്ഷമായി, 5 ലക്ഷം ഉള്ളത് 50 ലക്ഷം രൂപയായി. ഇതാണല്ലോ ഈ ഭൂമിയുടെ കിടപ്പ്. അപ്പോൾ ഇത് വിറ്റ് പോകണം. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, വീടിനെ സംബന്ധിച്ചിടത്തോളം, ഒരാളൊരു വീട് വെച്ചു. ആ വീട് വെച്ചിട്ട് കുറേ കാലം താമസിക്കുമ്പോൾ ബാധ്യതകൾ കൂടി ഈ വീട് വിൽക്കും. വിൽക്കുന്ന നല്ല മനസ്സോടു കൂടിയാണോ? തൻ്റെ ജീവിതത്തിനെല്ലാം കരുതി വെച്ചിരുന്ന സ്വപ്നങ്ങളോടുകൂടി വെച്ച വീട് വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ അയാളുടെ മനസ്സിൻ്റെ ദുഃഖമുണ്ടല്ലോ, ആ ദുഃഖം എന്ന് പറയുന്നത് ഒരു ശരശയ പോലെ വീട്ടിനകത്ത് തന്നെ കാണും. ഇത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, വെച്ച വീടുകൾ, ഇല്ലെങ്കിൽ ലോൺ ഉണ്ടായിരുന്നിട്ട് ലോൺ അടയ്ക്കാൻ വേണ്ടി വിൽക്കുന്ന വീടുകൾ, ഇതൊക്കെ തന്നെ ശാപ വീടുകളാണ്. മനസ്സിൻ്റെ ദുഃഖവും ദുരിതവും നിൽക്കുന്ന വീടുകൾ വാങ്ങിച്ചാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ദുരിതം, ഞാൻ പണ്ട് നേരത്തെ വീഡിയോ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ, വീടുകൾ വെച്ച് പണിതിട്ട വീടുകൾ, പണിഞ്ഞ് കൊടുക്കുന്ന വീടുകളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവർ വിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. വിൽക്കാൻ വേണ്ടി ചെയ്യുമ്പം അതിലെ ഉത്തമത്തിൽ എന്തൊക്കെ ചെയ്യേണ്ട സ്ഥലത്തെക്കുറിച്ചോ വീടിൻ്റെ സ്ഥാനത്തെ അതിനകത്തുള്ള സ്ഥാനങ്ങളെക്കുറിച്ചോ ഒന്നും നോക്കില്ല. അവരൊരു വീട് വെച്ച് വിൽക്കും ലാഭം കിട്ടാവുന്ന വിധത്തിൽ എന്ന് വിചാരിച്ച് അവരെ മോശമായിട്ട് ഞാൻ പറയുന്നതല്ല. അതുകൊണ്ട് ഈ ഒരാൾ വിൽക്കുന്ന വീട് വെച്ച് ബാധ്യതകൾ കൊണ്ട്, ഇല്ലെങ്കിൽ പെണ്ണിനെ കെട്ടിച്ചയക്കാനായിട്ടുള്ളതുകൊണ്ട് ഒരിക്കലും നല്ല മനസ്സോടുകൂടി ഒരാളൊരു വീട് വിൽക്കത്തില്ലല്ലോ. നല്ല മനസ്സില്ല. എല്ലാവരും നഷ്ടപ്പെടുന്നതെല്ലാം ദുഃഖത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഈ യൂസ്ഡ് കാർ വാങ്ങിക്കുന്ന പോലെ ഞാൻ ചെയ്ത പോലെ തന്നെ വെച്ച വീടുകൾ, ആൾക്കാർ വെച്ച് അവിടെ നിന്ന് വീട് വെച്ച് താമസിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ വിൽക്കുന്ന വീടുകൾ കഴിയുന്നത് വാങ്ങിക്കാതിരിക്കുക. അതിനൊന്നീ വാസ്തുദോഷം കാണും, ഇല്ലെങ്കിൽ മനോദുഃഖവും ശാപങ്ങളും കാണും. 100%. ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം വീടുകളും സ്ഥലങ്ങളും വിൽക്കാൻ കിടക്കണം. ഇത് വിറ്റിട്ട് എന്താ പരിഹാരം? കടബാധ്യതകൾ കൊണ്ട് തീർത്ത് ഒന്നുമില്ലാതെ പോകും. അതുകൊണ്ട് വിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇങ്ങനെയുള്ള വീട് വിൽക്കാനിട്ടേക്കെന്നുള്ള കുറേ ഉണ്ടല്ലോ. വീടുകൾ മുഴുവൻ വിൽക്കാനും സ്ഥലങ്ങൾ വിൽക്കാനും ഒക്കെ. വിൽക്കുക എന്നുള്ള ഒരു മനഃശാസ്ത്രം അങ്ങോട്ട് മാറ്റിയിട്ട് അതെല്ലാം നമുക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത് എന്ന് എല്ലാവർക്കും കഴിയുമെന്നൊന്നുമില്ല. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും എന്നാൽ പിന്നെ ഇത് താൻ കുറേ പൈസ കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നിവൃത്തിയൊന്നുമില്ല. ഞാൻ പറയുന്നത് ശാപമുള്ളത്, മനോദുഃഖമുള്ള ഗൃഹങ്ങൾ വാങ്ങിക്കാതിരിക്കുക, അത്തരത്തിലുള്ള ഭൂമിയും വാങ്ങിക്കാതിരിക്കുക. വാങ്ങിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാനിവിടെ അറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല ഉത്തമ ഭൂമി, നിങ്ങൾക്ക് പണം ഉണ്ടാകുമ്പോൾ വീട് വെച്ചാൽ മതി. സ്ഥലം മേടിച്ചുള്ളതിനൊരു ചെറിയ മുറിയാണുമല്ലോ, കിടക്കാനുള്ള ഒരു വാസസ്ഥലമാണ് വേണ്ടത്. അല്ലാതെ കൊട്ടാരങ്ങൾ ആവശ്യമില്ല. ശാപവും ഇതുപോലെ ദുഃഖദുരിതങ്ങളും, മരണം നടന്നതല്ല, മരണ അവസ്ഥയിൽ കിടന്ന് മരിച്ച ആൾക്കാരുടെ വീടുകളും, അവസാന കാലത്ത് ആരും നോക്കാതെ ദുരിതപ്പെട്ടും ശപിച്ചും മരണമേ ഈശ്വര എന്നെ കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് വീടുകളൊക്കെ പിന്നീട് ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന വീട്ടിൽ ഇങ്ങനെ കിടന്ന് മരിച്ചവരില്ലേ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പുതിയ വീടുകൾ കുറച്ച് സ്ഥലം മേടിച്ച് പുതിയ വീടുകൾ വെച്ച് താമസിക്കുന്നതാണ് ഉത്തമമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.